അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനം നിങ്ങളിൽ ഓരോരുത്തരും സദാ വർഷിക്കുമാറാകട്ടെ. ഖുർആനിനെ കുറിച്ച് അല്പം കൂടി പറയണമെന്ന് തോന്നുന്നു. 5 വർഷങ്ങൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്തത് അത്രയും ഖുർആനെ കുറിച്ചുണ്ട്. എങ്കിലും 5 മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഖുർആനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇത് അള്ളാഹു എന്നുള്ള ഹക്കാകുന്നു, സത്യമാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സന്മാർഗം, വെളിച്ചമാകുന്നു. എന്താണ് വെളിച്ചം? ലിയുഖ്രിജക്കും മിനൽ ദുലുമാതി ഇലൻ നൂർ, അന്ധകാരത്തിൽ നിന്നും മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. ഒരുപാട് മാനസിക പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. മാനസിക പിരിമുറുക്കങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന മനുഷ്യരോടായി അള്ളാഹു പറയുകയാണ്, ഷിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിന് സമാധാനം നൽകുന്ന, ശമനം നൽകുന്നതാകുന്നു ഖുർആൻ. മറ്റൊന്ന് അള്ളാഹു പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, തീർച്ചയായും ഖുർആൻ മനുഷ്യരെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ തൻസീലുൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാകുന്നു. വാചകന എന്തിനയച്ചു എന്നും ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട്. കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാത്തിന യുസക്കീക്കും യുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ യുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചത് അള്ളാഹു മനുഷ്യരോട് കാണിച്ച ഔദാര്യമാകുന്നു. ഖുർആനെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, അല്ലദീന ആതൈനാഹുൽ കിതാബ് യത്ലൂനഹു ഹഖ തിലാവതിഹി, മാനവരാശിക്ക് അവതരിച്ച് നൽകിയത് അതിൻ്റെ മുറപ്രകാരം പാരായണം ചെയ്യുവാനും അതിൻ്റെ അക്ഷരങ്ങളൊക്കെ കൃത്യമായി ഉച്ചരിക്കുവാനും മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉലായിക യുഅ്മിനൂന ബിഹി, അവരതിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എന്താണ് പാരായണം ചെയ്യുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ ആ ഗ്രന്ഥം അയച്ചതിൻ്റെ പർപ്പസ് പൂർത്തിയാവുകയുള്ളൂ. ഖുർആൻ്റെ സന്ദേശം വായിക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കൂടാതെ ജീവിതത്തിൽ പകർത്തുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൈദാ കുരിയൽ ഖുർആന ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ ശ്രദ്ധിച്ചു കേൾക്കുക, എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളിൽ അവതരിച്ചേക്കാം. അള്ളാഹു ആരെന്ന് മനസ്സിലാക്കി പടച്ചതമ്പുരാന് നൽകേണ്ടുന്നതായ ഇബാദത്തുകളൊക്കെ മുറപ്രകാരം നൽകുവാനും അള്ളാഹുവിന് നന്ദി കാണിക്കുവാനും, ഉദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കരുതേ. പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് എടുക്കുമ്പോൾ ആദ്യമായി കണക്ക് നോക്കുന്നത് നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചാകുന്നു. നമ്മുടെ നമസ്കാരം ശരിയായാൽ എല്ലാം ശരിയാകും. നമ്മൾ നമസ്കാരത്തിൽ ഉരുവിടുന്ന പാരായണം ചെയ്യുന്ന ഫാത്തിഹ മുതൽ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. എങ്കിൽ നമസ്കാരം പവിത്രമായിരിക്കും, മനോഹരമായിരിക്കും, മനഃശാന്തി ലഭിക്കുന്നതുമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറ അൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ്, ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത്രേ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് ഖുർആനിലൂടെ നേർവഴി കാണിക്കുകയും നിൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.